ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്സുമായിട്ടാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കിച്ചൺ ടിപ്സിൽ ഇന്ന് ചായപാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം ചായപാത്രം ഒന്നും കഴുകാതെ ശരിക്ക് തേച്ച് കഴുകാതെയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര കറ പിടിച്ച ചായപാത്രമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ടിപ്സിലൂടെ നമുക്ക് കറകളെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ കറ പിടിച്ച പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ അപ്പക്കാരമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് പതഞ്ഞ് പൊന്തുട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഡിഷ് വാഷാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ഡിഷ് വാഷാണ് എടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതുപോലത്തേതാകുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് സോപ്പും പൊടിയും സോപ്പൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊരു ലിക്വിഡായിരിക്കും. ഇനി ഞാൻ ഈ ഡിഷ് വാഷ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ ഒരു കപ്പിലാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു പകുതി വെള്ളമാണ് ഇതിലെടുത്തിട്ടുള്ളത്. ഗ്ലാസ് ആകുമ്പോൾ 1 ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അവിടെ ഗ്യാസ്മ വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് ഇത് മേലോട്ട് പൊന്തി ഇതുപോലെ വന്ന് നിൽക്കും. അപ്പോൾ 2 മിനിറ്റ് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ ഇത് തന്നാലെ ഈ പതൊക്കെ ഒന്ന് തന്നാലെ താഴ്ന്നു പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ പാത്രം കുറച്ചൊന്ന് കറക്കൊന്ന് മാറിയിട്ടുണ്ടാവും. ആ കറകളൊക്കെ ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ തേച്ചെടുക്കാൻ പറ്റില്ല. അപ്പം കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് ആ ചായപാത്രത്തിൽ തന്നെ ഉണ്ട്. അതിനുശേഷം നമുക്കൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെന്താണോ ഉപയോഗിക്കുന്നത് പാത്രമൊക്കെ കഴുകാൻ അതെടുത്തിട്ട് നന്നായി ഒന്ന് ഉരച്ച് തേച്ച് കഴുകാം കേട്ടോ. അപ്പോൾ തേച്ച് കഴുകുമ്പോൾ കുറച്ച് ഉരയുള്ള സ്ക്രബ്ബറൊക്കെ ആയിരിക്കണം, അല്ലാണ്ടെങ്കിൽ കമ്പിയൊക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല രീതിയിലൊന്ന് തേച്ച് കഴുകുക. അപ്പോൾ ഞാനതവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കഴുകിയിട്ടുണ്ട്. ഏകദേശം ഇതിനുള്ളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നമുക്കിതൊന്ന് ഉരച്ച് തേച്ചെടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല രീതിയിൽ തന്നെ തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതാ അവിടെ കഴുകിയെടുക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ നോക്കാം, നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട ചായപാത്രമല്ല ഇപ്പോൾ ഇത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവണോ എന്തോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. കറയുള്ള ചായപാത്രമാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ടിപ്സുകളും ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ബാക്കി വെള്ളം, ഇത് കളയൊന്നും വേണ്ട. അതുപോലെയുള്ള പാത്രങ്ങൾ എന്തെങ്കിലും നമുക്ക് ഈ വെള്ളം കൊണ്ട് തന്നെ തേച്ച് കഴുകാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചായയൊക്കെ ചിന്തി ഗ്യാസ്മേൽ ഇതുപോലൊക്കെ പോവുമല്ലോ. അപ്പോൾ അതും നമ്മൾ ഇതുപോലൊന്ന്, ഇതും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറകളൊക്കെ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കാതെ തന്നെ. കണ്ടില്ലേ, അതിൻ്റെ ഒരു മാറ്റം നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ അതും പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി ഇനി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.